ശനിയാഴ്ച വരെ ഇവനോട് പണിതിട്ടുണ്ട്. അതിൽ വെള്ളിയാഴ്ച, അതായത് ആ 14-ാം തീയതി മുമ്പുള്ള വെള്ളിയാഴ്ച ഇവനും ഈ കൊല്ലപ്പെട്ട പെണ്ണും ഇവിടെ ഒരുമിച്ച് പണിതാണ്. അപ്പോൾ ഈ മുറ്റത്ത് ഈ ചിപ്സ് ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ മണ്ണിട്ടിട്ട് അതിനകത്ത് ലെവലാക്കാൻ വേണ്ടിയാണ് അവൾ കൂടിയത്. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, നാളെ 2 പേര് വേണം ചിപ്സ് മുഴുവൻ ഇടുന്നത്. പിറ്റേ ദിവസം ഇവന് ഇവിടെ പ്ലാസ്റ്റിക് വിതറി ഈ ചിപ്സ് ഇട്ട് ഇവൻ ചെയ്തു. വെള്ളിയാഴ്ച ഇവനെ കാണുന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇവൻ എന്തെങ്കിലും ചോദിച്ചു. പറഞ്ഞു അവൻ്റെ ഭാര്യ ആരുടെ കൊടുത്ത് ഒളിച്ചോടി പോയി, അതിനെ തപ്പി നടക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടാണ് ആദ്യം പോലീസ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവൻ ഇന്നറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല, ഇവൻ എന്തോ പങ്കുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ അവർ പോയി. ഞാനും വന്ന പോലീസുകാരും ഇതിൻ്റെ ബാക്കി കാണുന്നത് ആ കുഴിക്കകത്ത് തപ്പി, ഈ കിണറിനകത്ത് തപ്പി, ഇവിടെയെല്ലാം തപ്പി. അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവനെ ഇന്നലെ ഇവനെ ഉച്ചയായപ്പോഴും കണ്ട് ഇവനെ ഇറങ്ങിപ്പോയി, ഇവൻ കോട്ടയത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇവൻ ട്രെയിൻ കയറിയെന്ന് അറിയുന്നതും പോലീസ് ഇവിടെ തിരിച്ചു പോകുന്നത്. ഇവൻ ഈ പെണ്ണിനെ കുഴിച്ചിട്ട് ഈ സ്ഥലത്തെ മണ്ണല്ല ഇവൻ ചുവന്നിട്ടതാണ്. അത്രയും താഴ്ചയുള്ളെന്നൊക്കെ ഇവൻ അറിയാം. അത് കാരണം അവിടെ വിവരിച്ചത് ഇപ്പോൾ അതാണ്, ഇവൾക്ക് ഏതോ ഫോൺ വന്നു. അപ്പോൾ ഇവന് സംശയം ഭർത്താവിന്, ഇതാണ് ഇതിന് മുഖ്യ കാരണം. കോട്ടയം ജില്ലയിലെ അയർക്കുന്നത്ത് അതിദാരുണമായൊരു കൊലപാതകത്തിൻ്റെ ചുഴലാണ് ഇപ്പോൾ ഇവിടെ അഴിഞ്ഞിരിക്കുന്നത്. ഒരു ഫോൺ കോൾ, അതിനെ തുടർന്നുണ്ടായ തർക്കം, അവസാനം അത് അവസാനിച്ചത് ഒരു കൊലപാതകത്തിൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോടും ഒപ്പം തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥനോടും നമുക്ക് ചോദിച്ചറിയാം. പണയം വന്ന ആളെ ഇതിനു മുമ്പ് എനിക്കൊരു പരിചയമില്ല. ഇവിടെ പണയം വന്ന ആളിനെ, എനിക്കിവിടെ ഇവനെ തന്ന ആൾക്ക് ഇവനെ ഒരു പരിചയമില്ല. എനിക്ക് എൻ്റെ കൂടുതൽ പണം കൊണ്ടിരുന്നൊരു മലയാളിയായിരുന്നു പണിതുകൊണ്ടിരുന്നത്. അവനോട് ഞാൻ പറഞ്ഞു നമുക്ക് 2 പേര് വേണമെന്ന് പറഞ്ഞപ്പം അവൻ ഇവനെ കൊണ്ടുവന്നാണ്. ഇവനെ ഏൽപ്പിച്ച് കൊടുത്ത ആൾ ഈ താഴെ അങ്ങോട്ട് താമസിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഈ സംഭവം നടക്കുന്ന 14-ാം തീയതിക്ക് മുമ്പുള്ള ഒരാഴ്ച ഉണ്ടല്ലോ, ആ ഒരാഴ്ച തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഇവനോട് പണിതിട്ടുണ്ട്. അതിൽ വെള്ളിയാഴ്ച, അതായത് ആ 14-ാം തീയതി മുമ്പുള്ള വെള്ളിയാഴ്ച ഇവനും ഈ കൊല്ലപ്പെട്ട പെണ്ണും ഇവിടെ ഒരുമിച്ച് പണിതാണ്. അപ്പോൾ ഈ മുറ്റത്ത് ഈ ചിപ്സ് ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ മണ്ണിട്ടിട്ട് അതിനകത്ത് ലെവലാക്കാൻ വേണ്ടിയാണ് അവൾ കൂടിയത്. അന്ന് ഇവർ പണിതു. പിറ്റേ ദിവസം ശനിയാഴ്ച ഇവനും എൻ്റെ കൊണ്ടുവന്ന മലയാളി ഒരുമിച്ച് പണിതു. പിന്നെ ഞായറാഴ്ച പണിയില്ലായിരുന്നു. തിങ്കളാഴ്ച പണിയില്ലെന്നവരോട് ഞാൻ പറഞ്ഞു വിട്ടു. തിങ്കളാഴ്ച വൈകിട്ട് ഇവൻ എന്നെ വിളിച്ചു. പണിയുണ്ടോ എന്ന് ഇവനോട് ഞാൻ പറഞ്ഞു ബുധനാഴ്ച പണിയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ബുധനാഴ്ച പണിയുള്ളതെന്ന് പറഞ്ഞു. അപ്പം തിങ്കളാഴ്ച വൈകിട്ടാണ് വിളിക്കുന്നത്. പിന്നെ ചൊവ്വാഴ്ച രാവിലെ ഞാനിത് 8:30 ഇവിടെ വരും. അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഞാൻ 8:30 ഇവിടെ വന്നപ്പോൾ ഈ കല്ലുപണിക്ക് വരുന്ന മേസ്ത്രിമാർ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്കിവിടെ മിറ്റ് ചിപ്സ് ഇടണം എന്നുള്ളത്, ഇത് ഇടിച്ചുറപ്പിക്കണം, അങ്ങനെ ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിവിടെ കൊണ്ടുതന്ന ആളെ വിളിച്ചിട്ട് അവനെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവനെ വിളിക്കുന്നത്. ഇവനെ ഞാൻ വിളിക്കുന്നത് അന്ന് 9 മണിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ 9 മണിക്ക് ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞു, ഞാനിവിടെ അയർക്കുന്നതുണ്ട് ചേട്ടാ, ഒരാൾ വേണോ 2 ആൾ വേണം. ഞാൻ പറഞ്ഞു ഒരാൾ മതിയെന്ന്. അപ്പോൾ ഞാൻ വന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഇടിച്ചുറപ്പിക്കുന്ന സാധനം എടുത്തുകൊണ്ട് വന്നു, വാടകയ്ക്ക് എടുത്താൽ ആ സാധനം എടുത്തുകൊണ്ട് ഞാൻ ഈ താഴെ വരുമ്പം ഇവനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9:30 ആയി കാണും. ഇപ്പം വന്നു ഇവനോട് ഫുൾ പണിതു. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, നാളെ 2 പേര് വേണം ചിപ്സ് മുഴുവൻ ഇടുന്നത്. പിറ്റേ ദിവസം ഇവന് ഇവിടെ പ്ലാസ്റ്റിക് വിതറി ഈ ചിപ്സ് ഇട്ട് ഇവൻ ചെയ്തു. പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച വേറെ 2 പേരാണ് പണിക്ക് വരുന്നത്. വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഇവനെ കാണുന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇവൻ എന്തെങ്കിലും ചോദിച്ചു. പറഞ്ഞു അവൻ്റെ ഭാര്യ ആരുടെ കൊടുത്ത് ഒളിച്ചോടി പോയി, അതിനെ തപ്പി നടക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടാണ് ആദ്യം പോലീസ് ഇവിടെ വരുന്നത്. അന്നേരമാണ് ഇങ്ങനെ ഭാര്യ പോയെന്ന് ഞാനോടത്ത്. ഇപ്പോൾ ഈ ബംഗാളിലുള്ള എനിക്ക് പല കേസും ഇങ്ങനെ നടക്കുന്നത്. അപ്പം ശനിയാഴ്ച വൈകിട്ട് പോലീസ് വന്നത്, അത് ഞാനിവിടെ ഇല്ല. അപ്പോൾ പണിക്കാരെന്നെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ അവിടെ പോലീസ് വന്നു, ഇങ്ങനെ അവൾ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തപ്പി വന്നതാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ വൈകിട്ട് വീണ്ടും പോലീസ് വന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവൻ ഇന്നറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല, ഇവൻ എന്തോ പങ്കുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ അവർ പോയി. ഞാനും വന്ന പോലീസുകാരും ഇതിൻ്റെ ബാക്കി കാണുന്നത് ആ കുഴിക്കകത്ത് തപ്പി, ഈ കിണറിനകത്ത് തപ്പി, ഇവിടെയെല്ലാം തപ്പി. അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ ഇവനെ ഉച്ചയായപ്പോഴും കണ്ട് ഇവനെ ഇറങ്ങിപ്പോയി, ഇവൻ കോട്ടയത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇവൻ ട്രെയിൻ കയറിയെന്ന് അറിയുന്നതും പോലീസ് ഇവിടെ തിരിച്ചു പോകുന്നത്. പിന്നെ വൈകിട്ട്, അതായത് ഞാൻ പറഞ്ഞായിരുന്നു ശനിയാഴ്ച, അതായത് ഈ 14-ാം തീയതി ഇവൻ പണതില്ല എന്നാണ് ഞാൻ ആദ്യം ഇവിടെ വന്ന് പറഞ്ഞത്. പക്ഷേ വൈകിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ അയർക്കണം പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ കോൾ നോക്കിയപ്പോൾ എനിക്ക് അന്നേരം ഞാൻ മറന്നുപോയതാണ്. ഇവൻ 14-ാം തീയതി പണത വിവരമല്ല. ഞാൻ അന്വേഷിക്കുന്നത് ജേക്കബ് സാറാണെന്ന് തോന്നുന്നു. ആ പുള്ളിയുടെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ എനിക്ക് തെറ്റിപ്പോയതാണ്. ഇവനും പോലീസുകാർ പറഞ്ഞ് 14-ാം തീയതി ഇവിടെ പണതെന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്കാണ് തെറ്റിപ്പോയത്, ഇവൻ പണിതിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ 14-ാം തീയതി താമസിച്ചാൽ പണിതെന്നൊക്കെ പറഞ്ഞു. അത് ഇന്ന് രാവിലെ ഞാൻ വന്ന് ഞാൻ വീടും എൻ്റെ മകനും എല്ലാം തപ്പി. ഞാൻ ഇതിൻ്റെ പണമെന്ന് എനിക്ക് തടിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കോട്ടയത്ത് നിന്നവരെല്ലാം വന്ന് ഇങ്ങനെ പറഞ്ഞത്. അവർ പറഞ്ഞ് എന്നോ പറയുന്ന രീതി ഞാൻ കേട്ടതാണ്, സാധനം പുറയിൽ എവിടെയോ മറവ് ചെയ്തിട്ടുള്ള രീതിയിൽ അവൻ പറഞ്ഞതായിരിക്കാം. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായതാണ്. എന്നാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ദൈവാനുഗ്രഹമാണ്. ഇവൻ ഇവിടുന്ന് നാട് വിട്ട് പോയായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങൾ കൊണ്ട് കുരുങ്ങിയത്. ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വീട് പണി കാര്യം ഒക്കെ എങ്ങനെ വെച്ച് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മാറി ഞാൻ ദൈവത്തോടാണ് നീ പറയുന്നത്, വേറെ ആരോടുമല്ല. എൻ്റെ ദൈവാനുഗ്രഹം തന്നെയത്. എൻ്റെ വീട് ഈ താഴത്തെ വീട് ഞാൻ വിറ്റതാണ്. അതും എൻ്റെ വീടായിരുന്നു. അത് വിറ്റിട്ട് ഞാനിവിടെ പെര പണിയുന്നത്. ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. ഈ റോഡ് സൈഡിൽ തന്നെ താഴോട്ട് പോകുന്ന വഴിക്കാണ് താമസം. ഈ വീട് പണിയായിട്ട് ഈ പുള്ളിക്കാരൻ ഒരു ബന്ധമില്ല.
പുറമേയുള്ള പണിക്കുള്ള ഇവൻ ഈ പെണ്ണിനെ കുഴിച്ചിട്ട് ഈ സ്ഥലത്തെ മണ്ണല്ല ഇവൻ ചുവന്നിട്ടതാ. അത്രയും താഴ്ചയുള്ളെന്നൊക്കെ ഇവൻ അറിയാം. ആ ഈ ബോഡി ഇവിടെ ഉണ്ടെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു. അവൻ തന്നെ പറഞ്ഞു കൊടുത്തതാ. പുള്ളിയുടെ മക്കളുടെ കാര്യം 2 പിള്ളേരുണ്ട്. അത് എനിക്ക് തോന്നുന്നൊരു കുഞ്ഞു പിള്ളേരാണ്. ഒരു 4ലോ 3ലൊക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാണ്. ഒരാണോ ഒരു പെണ്ണുമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ളൂ. വഴിയെ ഇവനും പിടിച്ചോണ്ട് നടന്നു പോരുന്നത് ഞാൻ കണ്ടതാണ്. ഇവൻ അങ്ങനെ ഒരു പരിചയമുള്ളൂ. ഈ ശനി ഞായറും ദിവസങ്ങളിൽ ഇവരെ വിദേശത്ത് പുറത്തുനിന്നെല്ലാം പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് വരും. അനാശാസ്യ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ മീൻ കച്ചവടമുണ്ട്. അവർ വീട് എനിക്കറിയത്തില്ല എങ്കിലും ശരി എവിടുന്ന് വന്ന് എങ്ങനെ വന്നും പൂർണ്ണമായി വിവരം അറിയത്തില്ല. ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ഇപ്പോൾ സംഭവം വന്നപ്പം ഇതിപ്പോൾ കൊലപാതകത്തെ വന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും അറിഞ്ഞു വന്നു. ഞങ്ങളും അത് കണ്ടു. ഒരു പെങ്കുച്ചിനെ കൊന്നു ഇത് ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ കാഴ്ച കണ്ടാൽ തന്നെ നമ്മൾ ഓർക്കും. അതിങ്ങനെ വിരിച്ചാൽ കണ്ടിരിക്കുന്നു. അതൊക്കെ വലിയ ദയനീയതേ. അത് ഭയങ്കര കഷ്ടമാണ്. ചേട്ടൻ ഇതിനു മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇവനുണ്ട്, ഇവനെ ഞാൻ കാണുന്നുണ്ട്. ഇവൻ ഇതിൽ നടന്നു പോകുന്നുണ്ട്. ഈ മറ്റപ്പള്ളി ഭാഗത്താണ്. ഇവൻ ഈ ലൈനിലെല്ലാം പോകുന്നുണ്ട്. ഇവൻ അതിലെല്ലാം ലൈൻ പോകുന്നുണ്ട്. അല്ലല്ല, അവർ താമസിക്കുന്നത് ഏത് ഭാഗത്തെന്ന് എനിക്കറിയത്തില്ല. ഇവരെവിടുന്ന് പോകുന്നു. ഇവരിങ്ങോട്ട് ഇവരുടെ ആൾക്കാരുമായിട്ട് ഇവർ ഹിന്ദിക്കാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ആരാ എന്താന്നുള്ളത് എനിക്കറിയത്തില്ല. ഞങ്ങളൊക്കെ ഞങ്ങളെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു അറിയില്ല. ഏതായാലും ഇവരുടെ താമസിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഇവരെ അവിടുന്ന് എല്ലാത്തിനും രേഖകളില്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുക. പോലീസ് സ്റ്റേഷനിൽ ഇത് മെയിനായിട്ട് ഈ താമസിക്കുന്ന വീട്ടിൽ ചെന്നിട്ട് ഇവരുടെ ആധാറുണ്ടോ, ഇവരുടെ പിന്നെ പേരും കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് അന്വേഷിച്ചിരിക്കണം. ഇത് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്നത്. ഇതെല്ലാം കണ്ട കൊലപാതകയും കണ്ട ക്രിമിനൽ പുള്ളികൾ അവിടെ വന്ന് താമസിക്കുന്നത്. അതിന് പറ്റിയൊരു വീടും കൊടുത്തിട്ടുണ്ട്. അവിടെ മീൻ കച്ചവടമാണ്, ഇറച്ചി കച്ചവടവും ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് അവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത് അറിയത്തില്ല. ഇതിൻ്റെ രേഖ അത് റിപ്പോർട്ടർ നിങ്ങൾ ഈ പിന്നെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്താലേ ഉള്ളൂ ഈ കേസ് പൊങ്ങാൻ പറ്റുള്ളൂ. ഈ മറ്റപ്പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസം കൂടുതലും. ഈ ബോഡി കണ്ടെടുത്ത സ്ഥലത്തെ ചേട്ടനെ അറിയോ? ഓണറിനെ? പിന്നെ അവരിവിടെ ഉള്ളതാണ്. അവരിപ്പോൾ താമസിക്കുന്നത് ആ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നോ? ഇല്ല, അവർ താഴെ താമസിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ താഴത്തെ വീട്ടിൽ ഹൗസ് മാമിൻ്റെ ഭാഗമായിട്ട് ഇതാക്കിയതായിരുന്നല്ലേ? ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഇതേ തൊട്ടി വളവിലാണ് അവർ താമസിക്കുന്നത്. ഇപ്പം അവരിവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാവരും ഇതുണ്ട് അവിടുന്ന് വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം കണ്ടുപോരുന്നതാണ്. ഏതായാലും ഈ ബംഗാളി എന്ന് പറയുന്ന ആളിനെ വിശ്വസിക്കാൻ പറ്റില്ല. ബംഗാളി നാട്ടിൽ ഉപദ്രവമാണ്. നമ്മുടെ തമിഴ്നാട്ടുകാരാണ് ഇങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇപ്പം ഇവരിവിടെ വന്ന് കൊലപാതകം നടത്തുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പം നമുക്കും ഇവർ ഒന്ന് പറയേണ്ടത് തലക്കിട്ടേ തരുള്ളൂ. കൊലപാതകം ഇവരുടെ ആയതുകൊണ്ട് അത് എങ്ങനെയായാലും ഇവരെ നിങ്ങൾ ഇവരെ എവിടെയെങ്കിലും മാറ്റുക. ഇല്ല, അതുങ്ങൾ പോലീസ് സ്റ്റേഷനുണ്ട്. 2 പൊടി കുഞ്ഞുങ്ങളാ. അവരിപ്പോൾ എന്നാ ചെയ്യുന്നു സ്റ്റേഷനില്ല. ഇല്ലില്ല, അയാൾ പോകുന്ന കണ്ടിട്ടുണ്ട്. അവളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ ഡെഡ് ബോഡി നമ്മൾ മുഖം മൂടി കണ്ടിട്ടുണ്ട്. അത് കാരണം അവിടെ വിവരിച്ചത് ഇപ്പോൾ അതാണ്. ഇവൾക്ക് ഏതോ ഫോൺ വന്നു. അപ്പോൾ ഇവന് സംശയം ഭർത്താവിന് ആയതാണ് ഇതിനകത്ത് മുഖ്യ കാരണം. അന്ന് മുതൽ ഇവൻ ഇവിടെ നോട്ടമിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. ആയതാണ് കാരണം എന്നാണ് അവിടെ റിപ്പോർട്ടർ 2 ചാനലിലും വിവരിച്ചത്. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് മുഖ്യ കാരണം. ഇതിനകത്ത് കോൾ ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പിന്നത്തെ വിവരങ്ങൾക്ക് അവർക്ക് പറയും. ഇത്രയേ ഉള്ളൂ കാരണം, വേറെ കാരണമൊന്നുമില്ല. ഇല്ല, അതുങ്ങൾ പോലീസ് സ്റ്റേഷനുണ്ട്. 2 പൊടി കുഞ്ഞുങ്ങളാ. അവരിപ്പോൾ എന്നാ ചെയ്യുന്നു സ്റ്റേഷനില്ല. ഇല്ലില്ല. ആർക്കുന്നത്തെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടിക്കുന്ന ദുരൂഹത ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഇവിടെ ഒരുപാട് അനധികൃതമായിട്ട് താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ്. അവരുടെ കയ്യിൽ മതിയായ രേഖകളോ അവരുടെ ആധാർ കാർഡുകളോ ഒന്നും അവരുടെ കയ്യിലില്ല. ഇതൊക്കെ പോലീസും അതുപോലെ തന്നെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരുകളും വകുപ്പുകളും ഇത് കൂടുതൽ അന്വേഷിക്കണമെന്നും ഇവിടെ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ അവരുടെ രേഖാമൂലമുള്ള എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ടായിട്ടാണ്, അതായത് സർക്കാർ അറിഞ്ഞിട്ടാണ് ഇവരിവിടെ താമസിക്കുന്നത് എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു ദുരൂഹമായ കൊലപാതകത്തിൻ്റെ പിന്നിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.